ഹായ് ഡിയേഴ്സ്, നമുക്ക് ഈ വീഡിയോയിലൂടെ അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം. अकाल और उसके बाद कविता का यह अंश पढ़ें और अनुबद्ध प्रश्नों के उत्तर लिखें. അക്കാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയിലെ ഈ ഭാഗം വായിച്ചിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോं के बाद, കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിനുള്ളിൽ ധാന്യം വന്നു. ധുവാം ഉഠ ആംഗൻ സേ ഊപ്പർ കൈ ദിനോं के बाद, കുറേ ദിവസങ്ങൾക്ക് ശേഷം മുറ്റത്തിനു മുകളിൽ പുക ഉയർന്നു. ചമക് ഉഠി കർ ഭർക്കി ആംഖേം കൈ ദിനോं के बाद, കുറേ ദിവസത്തിനു ശേഷം വീട്ടുകാരുടെ കണ്ണുകളിൽ പ്രകാശം പരന്നു. ഇൻ പങ്ക്തിയോമേം കിസ്കാ വർണ്ണൻ ഹേ, ഈ വരികളിൽ എന്തിനെ പറ്റിയാണ് വർണ്ണിക്കുന്നത്? ഗരീബ് ക, അമീരി ക, അകാൽ ക. ഗരീബ് ക ദാരിദ്ര്യത്തിൻ്റെ, അമീരി ക ധനികതയുടെ, അകാൽ ക ക്ഷാമത്തിൻ്റെ. ഉത്തർ അകാൽ ക, ഉത്തരം ക്ഷാമത്തിൻ്റെ. ചക്കി രഹി ഉദാസ് സേ കവി ക്യാ കഹന ചാഹത്തെ ഹേ, ആട്ടുകല്ല് ദുഃഖിതയാണ്. ഇതിലൂടെ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? അകാൽ ഹേ ക്ഷാമമാണ്. ഘർമേം അനാജ് നഹീം ഹേ, വീട്ടിനുള്ളിൽ ധാന്യമൊന്നുമില്ല. ഇസ്ലിയെ അനാജ് പീസ്നെ കാ അവസർ നഹീം ഹേ, അതുകൊണ്ട് തന്നെ ധാന്യം പൊടിക്കാനുള്ള അവസരവുമില്ല. ചക്കി കെ ഉദാസ് ഹോനെ കാ യഹി മത്ലബ് ഹേ, ആട്ടുകല്ല് ദുഃഖിതയായിരിക്കുന്നു എന്നാൽ അർത്ഥമാക്കുന്നത് ഇതാണ്. കാനി കുത്തിയ കഹാം സോയി ഹുയി ധി ക്യോം, ഒറ്റക്കണ്ണുള്ള പെൺപട്ടി എവിടെയാണ് കിടന്നുറങ്ങിയത്? ക്യോം എന്തുകൊണ്ട്. കാനി കുത്തിയ ഉദാസ് ഹോക്കർ ചൂൽഹ ഔർ ചക്കി കെ പാസ് സോയി ഹുയി ധ, ഒറ്റക്കണ്ണുള്ള പെൺപട്ടി വിഷമിച്ചുകൊണ്ട് ചൂൽഹ ഔർ ചക്കി കെ പാസ്, അടുപ്പിൻ്റെയും ആട്ടുകല്ലിൻ്റെയും അടുത്താണ് സോയി ഹുയി ധ കിടന്നുറങ്ങുന്നത്. ക്യോം കി എന്തുകൊണ്ടെന്നാൽ, ഉസേ കഹിം സേ അതിന് വേറെ എവിടെ നിന്നും, ഖാനെ കോ കുച്ച് മിൽനെ കി സംഭാവന നഹിം ദി, ഭക്ഷണം കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ചിപ്കലിയാം ഭീത് പർ ഗശ്ത് ക്യോം ലഗാ രഹി ധീം, പല്ലികൾ ഭിത്തിയിൽ റോന്തു ചുറ്റുന്നത് എന്തുകൊണ്ടായിരുന്നു? അകാൽ കെ കാരൺ ഘർ കി ഹാലത്ത് ഇത്നി ബുരി ധി കി കിസി കെ ലിയെ ഖാന നഹിം ധ, ക്ഷാമം കാരണം വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. കിസി കെ ലിയെ ഖാന നഹിം ധ, ആർക്കും ആഹാരം ഒന്നുമില്ലായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട്, കീടോं को न मिलने से പ്രാണികളെ ഒന്നും കിട്ടാത്തതുകൊണ്ട്, യാനി അഥവാ ഭൂക്ക് സേ പരേശാൻ ഹോക്കർ വിശപ്പ് കൊണ്ട് വിഷമിച്ചിട്ടാണ്, ചിപ്കലിയാം ദീവാർ പർ ഇധർ ഉധർ ചൽത്തി ധീം, പല്ലികൾ ഭിത്തിയിലൂടെ അവിടേക്കും ഇവിടേക്കും ഓടി നടന്നിരുന്നത്. അകാൽ മേ ചൂഹോं की क्या हालत हो गई, ക്ഷാമകാലത്ത് എലികളുടെ അവസ്ഥ എന്തായിരുന്നു? ഭോജൻ ന മിൽനെ സേ, ഭക്ഷണം കിട്ടാത്തതുകൊണ്ട്, അകാൽ മേം ക്ഷാമകാലത്ത്, ചൂഹോं की हालत भी बहुत ശോചനീയ ബൻ ഗയി, എലികളുടെ അവസ്ഥയും വളരെയധികം ശോചനീയമായി തീർന്നു. ചമക് ഉഠി ഘർ ഭർക്കി ആംഖേം ഇസ്കാ മത്ലബ് ക്യാ ഹേ, വീട്ടുകാരുടെ കണ്ണുകൾ പ്രകാശത്താൽ തിളങ്ങി, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അകാൽ കെ ദിൻ ബീത് ജാനെ പർ, ക്ഷാമകാലം കഴിഞ്ഞ്, കൈ ദിനോं के बाद അനേകം ദിവസങ്ങൾക്ക് ശേഷം, ഘർമേം അനാജ് ആനെ സേ വീട്ടിൽ ധാന്യം എത്തിയപ്പോൾ, ഖാന പക്കായ ഗയ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഇസ്ലിയെ അതുകൊണ്ട്, ഘർ കെ അന്തർ കെ ചൂൽഹ വീട്ടിനുള്ളിലെ അടുപ്പ്, ചക്കി ആട്ടുകല്ല്, ജയ്സെ നിർജീവ് വസ്തുവും അങ്ങനെയുള്ള ജീവനില്ലാത്ത വസ്തുക്കളും, ഔർ സഭി ജീവജന്തുവോं की ആംഖേം കൂടാതെ ജീവനുള്ള ജന്തുജാലങ്ങളുടെയും കണ്ണുകളിൽ, നയേ ജീവൻ ആനെ കി ഖുഷീമേ പുതിയൊരു ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷത്താൽ, ചമക് ഉടി തിളങ്ങാൻ തുടങ്ങി. ധുവാം ഉഡ ആംഗൻ സേ ഊപ്പർ ഇൻ പങ്ക്തി സേ ആപ് ക്യാ സമജ്തേ ഹേ, വീടിൻ്റെ മുറ്റത്തിന് മുകളിലേക്ക് പുക ഉയർന്നു. ഈ വരികളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അകാൽ ദൂർ ഹോനെ സേ കൈ ദിനോं के बाद ഘർമേം ദാനെ ആയേ, ക്ഷാമകാലം കഴിഞ്ഞപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം, ഘർമേം ദാനെ ആയേ വീട്ടിൽ ധാന്യം വന്നു. ഇസുസേ ചൂല ജലാനെ ലഗ, അതുകൊണ്ട് അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. ആംഗൻ സേ ഊപ്പർ ധുവാം ഉടനെ ലഗ, മുറ്റത്തിന് മുകളിലേക്ക് പുക ഉയരാൻ തുടങ്ങി. ഘർമേ രഹനെ വാലെ സഭി ജീവോं की ആംഖേം ഖുഷി സേ ചമക്നെ ലഗീം,
വീട്ടിനുള്ളിൽ താമസിക്കുന്ന എല്ലാ ജീവികളുടെയും കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങാൻ തുടങ്ങി. ക്യോംകി കാരണം ആജ് ഉൻകോ ഖാന മിൽനെ വാലാ ഹെ, ഇന്ന് അവർക്ക് ഭക്ഷണം ലഭിക്കാൻ പോവുകയാണ്. ഇവിടെ ഖുഷി എന്നത് പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്, അത് നിങ്ങൾ ഖുഷി എന്ന് വായിക്കണം. കൗവ അപ്പനി പാഖേം കുജലാനെ കാ കാരൺ ക്യാ ഹെ, കാക്കകൾ തൻ്റെ ചിറകുകൾ കൊത്തിയൊതുക്കാൻ കാരണം എന്താണ്? അകാൽ കെ ബാദ് ഘർ മേ ഖാന പക്കായ ഗയ, ക്ഷാമത്തിന് ശേഷം വീട്ടിനുള്ളിൽ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. ഇസ്ലിയെ, അതുകൊണ്ട് ഘർ സേ ഖാനെ കി ബാക്കി ചീസേം, വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങൾ ബാഹർ ഫേങ്ക്നെ പർ, പുറത്തേക്ക് എറിയുമ്പോൾ ഉസേ ചുഗ്കർ, അവ കൊത്തിയെടുത്ത് തേസീസെ, പെട്ടെന്ന് ഉഡ് ജാനെ കി തയ്യാരിമേ, പറന്നുയരാനുള്ള തയ്യാറെടുപ്പിലാണ്. കൗവ അപ്പനി പാഖേം ഖുജലായ ഹോഗ, കാക്കകൾ തൻ്റെ ചിറകുകൾ കൊത്തിയൊതുക്കുന്നത്. കൈ ദിനോം തക്, കുറെ ദിവസങ്ങളായി. ചൂലാ രോയ, അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്, ആട്ടുകല്ലും ദുഃഖിതയാണ്. കൈ ദിനോം തക്, കുറെ ദിവസങ്ങളായി. കാനി കുത്തിയ, ഒറ്റക്കണ്ണുള്ള പെൺപട്ടി. സോയി ഉൻകെ പാസ്, അവയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ചൂലേക്ക രോന ഔർ ചക്കീക്ക ഉദാസ് ഹോന ഇൻകാ മത്ലബ് ക്യാ ഹെ, അടുപ്പ് കരയുകയും ആട്ടുകല്ല് സങ്കടപ്പെടുകയും ചെയ്യുക, ഇതിൻ്റെ അർത്ഥമെന്താണ്? ചൂലേക്കെ രോനേക്ക മത്ലബ് ഹെ ഖാന ന പക്കാന, അടുപ്പ് കരയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖാന ന പക്കാന, ഭക്ഷണം ഉണ്ടാക്കാനില്ല എന്നതാണ്. ചക്കീക്കെ ഉദാസ് ഹോനേക്ക മത്ലബ് ഹെ, ആട്ടുകല്ല് സങ്കടപ്പെട്ടിരിക്കുക എന്നാൽ ദാന ന പീസ്ന, ധാന്യം പൊടിക്കുന്നില്ല എന്നതാണ്. കൈ ദിനോം തക് ലഗി ഭീത്ത് പർ ചിപ് കലിയോം കി ഗശ്ത്, കുറെ ദിവസങ്ങളായി ഭിത്തിയിലൂടെ പല്ലികൾ റോന്തു ചുറ്റുന്നു. കൈ ദിനോം തക് ചൂഹോം കി ഭി ഹാലത് രഹി ഷിക്കസ്ത്, കുറെ ദിവസങ്ങളായി എലികളുടെ അവസ്ഥയും ദയനീയമാണ്. യേ പങ്ക്തിയാം കിസ് ഹാലത് കി ഓർ ഇഷാര കർത്തേ ഹെ, ഈ വരികൾ ഏത് അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്? അകാൽ കെ കാരൺ, ക്ഷാമം കാരണം. കൈ ദിനോം സെ, കുറെ ദിവസങ്ങളായി. ഘർ മേ ഖാന നഹിം ബനായ ജാ രഹാ ഹെ, വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇസ്ലിയെ, അതുകൊണ്ട്. ചിപ്കലിയോങ്കോ, പല്ലികൾക്കും. തഥാ ചൂഹോങ്കോ, എലികൾക്കും. ഖാന നഹിം മിൽ രഹാ ഹെ, ഭക്ഷണമൊന്നും കിട്ടാനില്ല. യഹാം അകാൽ കി ഭീഷണത വർണ്ണിത് ഹെ, ഇവിടെ ക്ഷാമത്തിൻ്റെ ഭയാനകതയാണ് കവി വർണ്ണിക്കുന്നത്. ഈ കവിതയിലെ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എല്ലാവരും നല്ലതുപോലെ പാഠഭാഗം അർത്ഥം മനസ്സിലാക്കി വായിക്കുക, പഠിക്കുക. ബെസ്റ്റ് വിഷസ്. ധന്യവാദ്.